മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോബിൻ ഉത്തപ്പയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ്. പ്രൊവിഡന്റ് ഫണ്ട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത്. റഹീസ്, എന്താണ് ഈ റോബിൻ ഉത്തപ്പയ്ക്കെതിരായിട്ടുള്ള അറസ്റ്റ് വാറന്റിന്റെ പിന്നിലെ കാര്യങ്ങൾ? പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്ത് തട്ടിപ്പ് റോബിൻ ഉത്തപ്പ നടത്തിയെന്നതാണ് ആരോപണം. ഗോപികൃഷ്ണൻ, സെഞ്ചുറസ് ലൈഫ് ബ്രാൻഡ് എന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു താക്കോൽ സ്ഥാനത്തിരുന്ന ആളാണ് റോബിൻ ഉത്തപ്പ. അപ്പോൾ അത്തരത്തിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പരാതിയിന്മേലാണ് ഇപ്പോൾ അറസ്റ്റ് വാറന്റ് നടത്തിയിരിക്കുന്നത്. അതായത് ഉത്തപ്പയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്നും PF തുക പിടിച്ചിരുന്നു. പക്ഷേ ആ തുകയൊന്നും കൃത്യമായി അടച്ചിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് നേരത്തെ ഒരു ആരോപണമായി ഉയർന്നു വന്നിരുന്നു. പിന്നാലെ ഈ തൊഴിലാളികളൊക്കെ തന്നെ PF കമ്മീഷണർക്ക് പരാതി നൽകി. റീജിയണൽ PF കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് റോബിൻ ഉത്തപ്പയ്ക്കെതിരെ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ടായിരിക്കുന്നത്. ഇത് പുലികേശി നഗർ പോലീസാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം, റോബിൻ ഉത്തപ്പയ്ക്ക് അറസ്റ്റ് വാറന്റ് നേരത്തെ അയച്ചിരുന്നു, പക്ഷേ അദ്ദേഹം അത് ഇതുവരെയും കൈപ്പറ്റിയിട്ടില്ല. നേരത്തെ റോബിൻ ഉത്തപ്പയ്ക്ക് ബംഗളൂരുവിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വീടുണ്ടായിരുന്നത്. പുള്ളിയുടെ ആ വീട്ടിലേക്കാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് അയച്ചത്. എന്നാൽ താരം ഇതുവരെയും ഈ നോട്ടീസ് കൈപ്പറ്റാൻ തയ്യാറായിട്ടില്ല. നോട്ടീസ് തിരിച്ചു എത്തുകയായിരുന്നു. നേരത്തെ ഈ ഹോങ്കോങ് സിക്സസ് ടൂർണമെന്റുമൊക്കെയായി ബന്ധപ്പെട്ട് റോബിൻ ഉത്തപ്പ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ നോട്ടീസ് കൈപ്പറ്റുകയും ശേഷം ഇദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലും റോബിൻ ഉത്തപ്പ എന്തായാലും ഹാജരായിട്ടില്ല. ഈ അറസ്റ്റ് വാറന്റ് കൈപ്പറ്റിയിട്ടുമില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇനി റോബിൻ ഉത്തപ്പയുടെ കാര്യത്തിൽ എന്താകും പോലീസിന്റെ നീക്കമെന്നും അറിയേണ്ടതായുണ്ട്. നേരത്തെ തന്നെ സമാനമായുള്ള പല സംഭവങ്ങളിലും റോബിൻ ഉത്തപ്പയ്ക്കെതിരെ ആരോപണം ഉയർന്നു വന്നതാണ്. ഇത്തരത്തിൽ തൊഴിലാളികൾ പ്രതിഷേധിച്ചിരുന്നു. നേരത്തെ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ഈ സംഭവത്തിൽ എന്തായാലും PF കമ്മീഷണർ, റീജിയണൽ PF കമ്മീഷണർ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് നൽകണം എന്നുള്ളത് പോലീസിനെ അറിയിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് പുതിയ അറസ്റ്റ് വാറന്റും പോലീസിന്റെ നീക്കങ്ങളും. ഗോപികൃഷ്ണൻ, ശരി. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.